ന്യൂ ജനറേഷൻ സിനിമ എന്ന് തന്നെ പറയാവുന്ന ടൈപ്പ് സിനിമകൾ മലയാളത്തിൽ ആദ്യം പരീക്ഷിച്ച സംവിധായകരിൽ ഒരാളാണ് സിബി, ഇല്ലേ? ഇപ്പോൾ നമ്മൾ പറയുന്ന ടൈപ്പ് സിനിമകൾ ഇപ്പോൾ ഈ 2012-ലും 2011-ലൊക്കെ വരുന്ന സിനിമകളുടെ ഒരു തുടക്കം എന്നുള്ള രീതിയിലാണ് സിബിയുടെ അപൂർവ രാഗം എന്ന് പറയുന്ന സിനിമ വരുന്നത്. അപ്പോൾ അപൂർവ രാഗത്തിൽ പ്രധാനപ്പെട്ട റോള് ആണ് ആസിഫ് അലി ചെയ്തത്. ആസിഫ് അലി പിന്നീട് സിബിയുടെ എല്ലാ പടത്തിലും പ്രധാന വേഷങ്ങളിൽ വന്നു. സിബിയുടെ ഒരു പ്രിയപ്പെട്ട നടനായിട്ട് തന്നെ ആസിഫ് അലി മാറി, അല്ലേ? എനിക്ക് തോന്നുന്നു പുതിയ തലമുറയിലെ ഏറ്റവും പ്രധാന ഒരു നടനിൽ ഒരാളാണ് ആസിഫ് അലി. മാത്രമല്ല വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ആക്ടറായിട്ട് നമുക്കൊക്കെ തോന്നിയിട്ടുള്ള ഒരാളാണ് ആസിഫ് അലി. വീണ്ടും എന്തുകൊണ്ടാണ് ആസിഫ് അലി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു കാരണം? അല്ല, പിന്നീട് ചെയ്ത സിനിമകളിലൊക്കെയും ആസിഫിനെ പറ്റിയ കഥാപാത്രങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. അല്ലാതെ ആസിഫിനത്തിന് ബോധപൂർവമായിട്ടുള്ള ഒരു ആവർത്തനമായിരുന്നില്ല അത്. പിന്നെ ഇപ്പോഴാണ് വല്ല കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യാൻ പെട്ടെന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനും ചെയ്യാനും പിന്നെ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടേതായിട്ടുള്ള എല്ലാ ചടുലതയുമുള്ള ഒരു ആക്ടറായിട്ട് തോന്നുന്നു. അപ്പോൾ എന്തായാലും സിബിയുടെ ഈ തലമുറയിലെ ഏറ്റവും പ്രിയപ്പെട്ട ആക്ടർ എന്നുള്ള രീതിയിൽ ആസിഫ് അലി നമ്മുടെ ഈ സമാഗമത്തിൽ വന്നിട്ടുണ്ട്. നമുക്ക് ആസിഫിനെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. അടുത്തതായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പ്രമുഖ നടൻ ആസിഫ് അലി. അല്ല, ഞാൻ പറയായിരുന്നേ, പുതിയ തലമുറയിലെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു ആക്ടർ എന്നുള്ള രീതിയിൽ മാത്രമല്ല ആസിഫ് അലി ഞങ്ങൾ കാണുന്നത്. സിബിയുടെ ഒരു പ്രിയപ്പെട്ട നടൻ. ഒരുപക്ഷെ മോഹൻലാലിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് പുതിയ തലമുറയിൽ ആസിഫിനെയാണ് സിബി. ഞാൻ ലാലായിട്ട് കമ്പയർ ചെയ്യല്ല, നമുക്ക് എല്ലാവർക്കും ഒരു ഡയറക്ടർക്ക് ഉണ്ടാവില്ല ഒരു പ്രിയപ്പെട്ട നടൻ, അല്ലേ? എന്നൊക്കെ പറഞ്ഞിട്ട് അത് മറ്റുള്ളവരോട് ഇഷ്ടക്കുറവുകൊണ്ട് ആയിട്ടില്ല. എനിക്ക് പ്രിയപ്പെട്ട നടൻ, എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ആക്ടർ എന്നുള്ള രീതിയിലാണ് ഒരുപക്ഷെ സിബി. പലപ്പോഴും അങ്ങനെയാണ്, ഒരു കംഫർട്ട് സോണാണ്. നമ്മൾ പരസ്പരം പറഞ്ഞല്ലോ, ചില റൈറ്റേഴ്സുമായിട്ട് നമുക്കൊരു വൈബ് ഉണ്ടാകുന്നുണ്ട്, പല ആക്ടേഴ്സ് ആ രീതിയിലാണ്, ചില മ്യൂസിക് ഡയറക്ടേഴ്സായിട്ടുണ്ടാവും. അപ്പോൾ ആസിഫ് ഋതുവിന് ശേഷമാണ് അല്ലേ അപൂർവരാഗത്തിൽ വരുന്നത്. എങ്ങനെയാണ് സിബി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ്? വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടർ, സീനിയർ ആയിട്ടുള്ള ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും ശരിക്കും എനിക്ക് ഋതു കഴിഞ്ഞിട്ട് എനിക്ക് വന്ന ഓഫേഴ്സ് എല്ലാം ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു ലവ് സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു തീമാണ്. പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത് രണ്ടാമത്തെ സിനിമയാണ് ശരിക്കും ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എന്നെ വിലയിരുത്തുക. അപ്പോൾ ഒരു നല്ല ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ആദ്യത്തെ സിനിമ ഞാൻ വീട്ടിൽ പറയാതാണ് ചെയ്തത്. അപ്പോൾ ഇത് അറിഞ്ഞിട്ട് വീട്ടിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ സിനിമ അഭിനയിക്കും അറിയില്ലായിരുന്നു, വീട്ടിലറിയില്ലായിരുന്നു. വീട്ടിലറിയത്തില്ല. ആസിഫ് സിനിമയെ മോഹമായിട്ട് എറണാകുളത്ത് വന്നൊരു റൂം എടുത്ത് താമസിക്കുകയും അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടിൻ്റെ കഥകൾ വേറെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ സിനിമയിൽ അഭിനയിക്കാൻ കിട്ടി, വീട്ടുകാരുടെ പറയാതെ അഭിനയിച്ചു. ഈ സിനിമയുടെ സ്റ്റില്ല് മനോരമയിൽ വന്നു. ശ്യാമപ്രസാദിൻ്റെ പുതിയ സിനിമയിൽ നിഷാനും ഇങ്ങനെ ഇവരുടെ മൂന്നും കൂടെ സ്റ്റില്ല വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ പേര് തെറ്റിച്ചിട്ടു. ആസിഫിൻ്റെ പേര് നിഷാൻ ഇട്ടു. ആസിഫ് റീമയും കൂടെ ഉള്ള സ്റ്റില്ല മറ്റേ ഞാൻ റീമയുള്ള സ്റ്റില്ല്, അതിൽ നിഷാൻ റിമ കല്ലിങ്ങിൽ നിട്ടു. അപ്പോൾ എൻ്റെ വീട്ടുകാർ അതപ്പോൾ ഞാൻ മുടിയൊക്കെ വളർത്തി കുറച്ച് ഗെറ്റപ്പ് ചേഞ്ച് ഒക്കെ വളർത്തി. അപ്പോൾ എൻ്റെ വീട്ടിലിങ്ങനെ അപ്പൂനെ പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അത് ശരി. അപ്പോൾ അതെല്ലാം മനസ്സിലായില്ല അല്ലേ? എന്നിട്ട് പിന്നെ എന്നെ വിളിച്ച് ചോദിച്ചു, എന്താണ് നീ എറണാകുളത്ത് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ റിലീസിന് വെള്ളിയാഴ്ചയാണ് ഞാൻ പറയുന്നത്, ഇന്ന് പടം റിലീസാണ് എൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ MBA ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു നിർബന്ധത്തിൽ സിനിമയിൽ നിന്നും മാറ്റി നിർത്തി തന്നെ. അപ്പോൾ എൻ്റെ മനസ്സിലെ സിനിമ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓർക്കാപ്പുറത്ത് സിബി സാർ വിളിക്കുന്നത്, സാറിൻ്റെ പുതിയ ഫിലിമിലേക്ക് ഇങ്ങനെ പുതിയ ആളുകളെയാണ് കാസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞിട്ട്. അപ്പം എനിക്ക് വേറെ ഒന്നും ആലോചിക്കാണ്ടായില്ല, വീണ്ടും വീട്ടിൽ നിന്ന് ചാടി. അപ്പോഴും പറഞ്ഞില്ലേ വീട്ടിൽ? ഇല്ല, അത് ശരി. എറണാകുളം വരെ പോയിട്ട് വരാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇത് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് വീട്ടിൽ വിളിച്ച് പറഞ്ഞു. അപ്പോൾ പിന്നെ കഥ പറയാൻ വന്നപ്പോൾ ഞാനിങ്ങനെ കഥ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും ഇങ്ങോട്ട് അങ്ങനെ അത് ഞങ്ങൾക്ക് ക്യാമ്പസ് ഇങ്ങനെ ഒരു പെൺകുട്ടി വരുന്നു, പ്രേമിക്കുന്നു, ഇവർ കൂട്ടം കൊണ്ടായിരുന്നു. ഇന്റർവ്യൂവിൽ വരെ ഇപ്പം തകർന്നു. സാധാരണ സിനിമ ക്യാമ്പസ് പടം. പക്ഷെ അവിടെ നിന്ന് ഞാൻ ഫസ്റ്റ് ഹാഫ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പെട്ടു. കാര്യം ഇത്രയും നമ്മളൊരു 3 മാസം ഞാൻ വെയിറ്റ് ചെയ്തു ഒരു നല്ല സിനിമ വേണം എന്നുള്ളത്. പക്ഷേ സിബി സാർ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഒരു ക്ലീഷേഡ് ലവ് സ്റ്റോറി പറയുന്നു. സാറിൻ്റെ അടുത്ത് നോയും പറയാൻ പറ്റില്ല, ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് സെക്കൻഡ് ഹാഫ് വരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ ടൈപ്പ് ഓഫ് സിനിമയാണ്. പിന്നെ എനിക്ക് വേറെ ഒന്നും ആലോചിക്കില്ലായിരുന്നു. ഇപ്പോൾ തന്നെ ഓപ്പണായിട്ട് ഇങ്ങനെ പറയുന്നത് പലരും പറയാത്തൊരു കാര്യമാണ്. ഇപ്പോൾ സിബി സാർ ഇങ്ങനെ ഒരു കഥ പറഞ്ഞു, ക്ലീഷേ ടൈപ്പ് കഥയാണെന്നൊക്കെ പറഞ്ഞിട്ട് കഥ കേട്ട് ഇമ്മീഡിയറ്റ് ഞാൻ സാറിനോട് പറഞ്ഞാണല്ലേ. വളരെ എനിക്ക് തോന്നുന്നു ശ്യാം സാറ് ഞങ്ങളെ ട്രീറ്റ് ചെയ്തൊരു രീതിയുണ്ട്. ഒരിക്കലും ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന ഒരു ടെൻഷനോ അല്ലെങ്കിൽ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു പേടിയൊന്നും ഋതുവിൽ ഉണ്ടായിട്ടില്ല. അതിനും കംഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ അത്രയും തന്നെ കംഫർട്ടബിൾ ആയിട്ട് സിബി സാർ ഞങ്ങൾ ഹാൻഡിൽ ചെയ്തു. ഇതിൽ ഋതുവിൽ വന്നിട്ട് നമുക്കൊരു ഡാൻസും ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു
വളരെ നോർമൽ ഒരു ഇതായിരുന്നു. പക്ഷെ അപൂർവത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഡാൻസ് ചെയ്യുന്നത്. കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു കൊറിയോഗ്രാഫറുടെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല, ഒരു ഡാൻസ് ഞാൻ ചെയ്തിട്ടില്ല. ഈ രാവിലെ 7 മണിക്ക് ഞങ്ങൾ ഒരു സ്റ്റെപ്പ് പഠിക്കാൻ തുടങ്ങിയിട്ട് ഉച്ചയ്ക്ക് 1 മണി വരെ ആ സ്റ്റെപ്പ് റിഹേഴ്സൽ ചെയ്ത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നേ ഇല്ല. എന്നിട്ട് ഞാൻ സാറിൻ്റെ അടുത്തൊരു 12:30 ബ്രേക്ക് ആവറായപ്പോൾ ഞാൻ പോയി സാറിൻ്റെ അടുത്ത് പോയിട്ട് സാറിനോട് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഡാൻസ് അറിയില്ല എന്ന് ഞാനൊരൊറ്റ കരച്ചിൽ കരഞ്ഞു. ആ കരച്ചിൽ ഞാൻ സേഫായി. പിന്നെ ആ പാട്ട് കാണുമ്പോൾ അറിയാം, ത്രൂ ഔട്ട് പാട്ടിൽ ഞാൻ സൈഡിൽ ഇരുന്നൊക്കെ സ്റ്റെപ്പ് കാണിച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്നുണ്ട്. ഒരു സംഭവം ഉണ്ടായി. ഈ പാട്ട് പല സ്ഥലങ്ങളിൽ ക്യാമ്പസിൽ ഷൂട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു ഇനി അവിടെ ഇരുന്ന് വെച്ചാൽ മതി, ഒരു സ്ഥലത്ത് ഇരുത്തി കൊടുത്തിട്ട് ബാക്കിയുള്ളവരൊക്കെ ഡാൻസ് ചെയ്ത് അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ് വേറൊരു പാട്ടുണ്ട്, ഇതിന് ഇവരുടെ ഒരു ട്രാവൽ സോങ് ഉണ്ട്. അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മട്ടാഞ്ചേരി ഒരു വാർഫിൻ്റെ അവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്യാം. അപ്പം അവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വൈകുന്നേരം അവിടെ പെർമിഷൻ 6 മണി വരെ ഉള്ളു. അതിൻ്റെ സെക്യൂരിറ്റിക്കാരൊക്കെ വന്നിപ്പുണ്ട്. അപ്പം പകലൊക്കെ അവിടെ വേറെ സീനുകളൊക്കെ എടുത്ത് ബൈക്കിൽ പോകുന്ന അതൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് ഇവർ 3 പേരും കൂടെ ഒരു ഡാൻസ്, ഒരു സ്റ്റെപ്പിൻ്റെ ഒരു പടിയുടെ മുകളിലോട്ട് ചാടി താഴോട്ടും ചാടിയിട്ട് ഡാൻസ്. ലൈറ്റ് പോകുന്നപ്പോൾ നമുക്ക് ലാസ്റ്റ് ആ ഒരു ലൈറ്റ് പോകുന്ന ആ സമയത്ത് എടുക്കണം. അങ്ങനെ ലൈറ്റപ്പൊക്കെ റെഡിയായി. എവിടെ റിഹേഴ്സൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സെക്യൂരിറ്റിക്കാരൻ വന്നിക്കാം. അവൻ കുറച്ച് കഴിയുമ്പോഴത്തെ അയാൾ പറഞ്ഞു ഞാൻ അവനെ വെടി വെച്ച് കൊല്ലും. സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു കാരണം അല്ലെങ്കിൽ അവനെ അവന് കുഴപ്പം 6 മണി കഴിഞ്ഞ് ഷൂട്ടിങ്ങിന് കൊടുത്താൽ നിത്യം അസുഖം കൂടി വയലിനിൽ വന്നപ്പോൾ അതിലും സോങ്സ് ഒക്കെ നല്ല രസമായിട്ട് അതിൽ പക്ഷേ ഡാൻസ് ചെയ്തു അപ്പോഴേക്കും പഠിച്ചു ഇല്ലേ? അത് ശരി. അത് ആരെങ്കിലും അടുത്ത് പോയി പഠിച്ചതാണോ? അല്ലല്ല, ചെയ്തു തന്നെ. ഒരു ധൈര്യം അല്ലേ? ധൈര്യം വന്നു. അത് നന്നായിട്ട് ചെയ്തു. ശരി, അത് ശരിക്കും അതിൻ്റെ ഒരു ക്രെഡിറ്റ്സ് സാറിനും ശാന്തി മാസ്റ്റർക്കുമാണ്. രണ്ടുപേരും കൂടെ എന്നെ കളിയാക്കിയാണ് അത് ചെയ്യിപ്പിച്ചത്. ഡാൻസ് അവിടെ എന്നെ സ്റ്റെപ്പ് തുടങ്ങുമ്പോഴത്തേക്ക് സാറ് പയ്യെ ഞാൻ പോയി കഴിച്ചിട്ട് വരാമെന്ന് പറയും. അപ്പൊ അതെന്നെ ഹേർട്ട് ചെയ്യും. ഞാൻ വാശിക്ക് പഠിക്കും. ശരിക്കും അപൂർവരാഗം എന്നുള്ള സിനിമ മാത്രമാണ് സിബി മലയിൽ എന്നൊരു ഡയറക്ടറിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തത്. പിന്നെ രണ്ടും വയലിൻ ആണെങ്കിലും ഉന്നമാണെങ്കിലും ഒരു ലോക്കൽ ഗാർഡിയൻ അല്ലെങ്കിൽ ഒരു പാരന്റ് എന്നുള്ള ഫീലിംഗ് ആണ് എനിക്ക് സാറിൻ്റെ അടുത്തുള്ളത്. ശരിക്കും കുറെ കൂടെ ഞാൻ കംഫർട്ടബിൾ ആയി, കുറെ കൂടെ ഒരു ഫ്രണ്ട്ലി ആയി. അപ്പോൾ എല്ലാത്തിനും ഇപ്പോൾ ഞാൻ എറണാകുളത്ത് നിൽക്കുമ്പോൾ എന്നെപ്പറ്റി എന്തെങ്കിലും കുരുത്തക്കേട് കേട്ടാൽ ആദ്യം എന്നെ വിളിച്ച് ചീത്ത പറയുന്ന സാറായിരിക്കും. അതുപോലെ കുരുത്തക്കേട് അത് പറയട്ടെ. ഇപ്പോൾ ഈ പറഞ്ഞാൽ ഫോൺ എടുക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഫോണിൽ കിട്ടില്ല എന്നുള്ള ആശയം. പക്ഷെ അതൊരു മോശമായിട്ട് തോന്നിയിട്ടില്ലല്ലോ നമുക്ക് അങ്ങനെ. അല്ല സാർ, ചില സമയത്ത് എന്തെങ്കിലും ആവശ്യത്തിന് എന്നെ വിളിക്കുമ്പോൾ ഈ പറഞ്ഞു ഞാൻ മറന്നേ പോകും എൻ്റെ ഫോണിൻ്റെ കാര്യങ്ങൾ. ഞാൻ രാത്രിയൊക്കെയാണ് ഇത് കാണുക, പിന്നെ തിരിച്ചു വിളിക്കില്ല. അത് അത്യാവശ്യമാണ്. വിളിക്കില്ല എന്നുള്ളതൊരു വീട്ടിലേക്കും അങ്ങനെയാണ്. വീട്ടിൽ വിളിക്കില്ല. വീട്ടിൽ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ വിളിക്കാതെ മറന്നു പോകില്ലേ? അപ്പോൾ അപ്പം ഒന്നും വഴക്ക് പറയില്ലേ? വഴക്ക് പറയും. പിന്നെ അതുപോലെ പോകത്തൊന്നുമില്ലെന്ന് അവര് ഇവിടെ കമ്പനി അടിച്ച് ഇത് കഴിഞ്ഞ് സമയം കിട്ടി കറങ്ങാൻ പോവാ, വണ്ടി എടുത്ത് പിന്നെ നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ തപ്പി നടക്കുക. അത് ഏറ്റവും കൂടുതൽ പറഞ്ഞ തന്നെ സിബി സാറാണ്. ഞാനിപ്പോൾ ട്രിവാൻഡ്രത്താണ്, ഞാൻ വിളിക്കും സാർ ഞാനിപ്പോൾ ട്രിവാൻഡ്രത്തുണ്ട്, ഇവിടെ നിന്ന് എന്താ കഴിക്കണ്ടേ? അപ്പോൾ സാറേ ഒരു കാര്യം ചെയ്യുന്നു, ഞാൻ ന്യൂ തിയേറ്ററിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ ഒരു മീൻ കടയുണ്ട്, അവിടെ പോയി മീൻ കഴിച്ചു. ശരിക്കും എനിക്ക് എല്ലാ സിനിമയിലും മാത്രമല്ല, ഈ യങ്സ്റ്റേഴ്സിനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രായം മറക്കും അല്ലേ? സിബിക്കും അങ്ങനെ തോന്നുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ 2-3 പടങ്ങളൊക്കെ ചെറുപ്പക്കാരുടെ കൂടെ അല്ലേ നിത്യമാണെങ്കിൽ നമ്മൾ അവരുടെ കൂട്ടത്തിൽ അങ്ങ് ചേരുകയാണ്. അല്ല സാറിന് പ്രായമായി എന്ന് പറഞ്ഞാൽ ലുക്ക് വൈസേ ഉള്ളൂ, എനർജിയും ആ രീതിയിലല്ല പറഞ്ഞത്. അത് ഞാനും സമ്മതിക്കില്ല. അതല്ല പറയണത്. കുറേ വർഷങ്ങളായല്ലോ നമ്മൾ സിനിമയിൽ, പുതിയ ജനറേഷനാണല്ലോ നിങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് പറഞ്ഞത്. അസുഖം ഒരുപാട് സിനിമയിലായി ഇങ്ങനെ എന്താ പറയുക, അപ്രതീക്ഷിതമായിട്ട് കഥാപാത്രം ചേഞ്ച് ആവുക അല്ലേ? പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല അവസാനം ക്യാരക്ടർ മാറുക. ഓർഡിനറിയിൽ പോലും അങ്ങനെയായിരുന്നില്ല. വളരെ നിഷ്കളങ്കമായ മുഖമുള്ളതുകൊണ്ട് അവസാനം കൊണ്ടുവന്നിട്ട് വേറെ രീതിയിലാക്കി മാറ്റും. റോഡാണ്. ശരി. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇനിയിപ്പോൾ സിബി സാർ ഒരു ഫിലിം പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ അതിലൊരു വേഷമെങ്കിലും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ടെൻഷനാവും. എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല അല്ലേ? സിബിക്കും അതൊരു വലിയ ബാധ്യതയില്ല. പക്ഷേ ആസിഫിനെ സംബന്ധിച്ചോളം കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പകല് ഹസ്ബൻഡ്സിൻ ഗോവ, രാത്രി ഞാൻ മമ്മൂട്ടിയുടെ പടത്തിന് അവിടെ തൃശ്ശൂർ പോയി. അങ്ങനെ ഡേയും നൈറ്റും വർക്ക് ചെയ്യാൻ മാത്രം തിരക്കായി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നത് അടുത്ത പടത്തിന് ഇപ്പോൾ സിബി വിളിച്ചില്ലെങ്കിലും ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോകും. ഓ അത് ശരി. വിടാൻ ഉദ്ദേശമില്ല. ആ ലൊക്കേഷൻ ഞാൻ മിസ് ചെയ്യാം, അത് ഞങ്ങളുടെ ഒരു ഫാമിലിയാണ്. ഓ അതുകൊണ്ട് മിസ് ചെയ്യാൻ പറ്റില്ല. ഞാനും സാറുമായിട്ടുള്ള ഏറ്റവും വലിയൊരു കോൺട്രാസ്റ്റ് ഇതാണ്.
ഞാൻ ഭയങ്കര സ്പീഡിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും, സാർ വളരെ പയ്യെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പെട്ടുപോയാലും ഞങ്ങൾ രണ്ടുപേർക്കും അതൊരു എന്താ, ഞാൻ കുറേ നേരം ഇങ്ങനെ സംസാരിക്കും, സാറിനെ നോക്കും, സാർ ചെറിയ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് എന്നെ അങ്ങ് ഒതുക്കിയിരുത്തും. അല്ല, അത് നല്ലതാണ്. കാരണം ഒരാൾ അധികം സംസാരിക്കുകയും മറ്റേ ആൾ കുറച്ച് കഴിയുമ്പോൾ കേൾവിക്കാരനായിട്ടിരിക്കുന്ന ഒരു പ്രത്യേക സുഖം, അല്ല ലിസണർ ആവാന്ന് പറയുന്നൊരു സുഖമുള്ളൊരു കാര്യം. അപ്പോൾ വളരെയധികം സന്തോഷം ആസിഫ് ഈ സമാഗമത്തിലേക്ക് വന്നത്. പുതിയ വിശേഷങ്ങൾ, പുതിയ തലമുറയുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് വന്നതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു.